നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വൈജയന്തി സമനില നെറ്റി മുത്തശ്ശിയുടെ മുറിയിൽ നേരെ ഇറങ്ങിപ്പോണ. അതിനുശേഷം രാജീവിനെ പോയി വിളിക്കുവാണ്. രാജീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, രാജീവേണ്ണ എന്താ പറഞ്ഞേ, അവളെയും കൂട്ടിക്കൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരില്ലെന്ന്. പക്ഷെ അവളെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പൊ അവള് വെറും വേലക്കാരി മാത്രമല്ല ഇവിടുത്തെ, ആരാന്നറിയാവോ, വളർത്തുമകള്. വളർത്തുമകളോ? ബാലേന്ദ്രൻ അവളെ ദത്തെടുത്തു. മൂത്ത മകളാണ് പോലും. ഈ ബാലേന്ദ്രന് ഇതെന്തു പറ്റി വൈജയ്, എനിക്കറിയില്ല. എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. ഇനി ഞാൻ അവളുടെ അടിമയായിട്ട് ഇവിടെ അവൾക്ക് അടിമ ജോലിയും ചെയ്ത് ഇവിടെ കിടക്കണം പോലും. വൈജയ്, ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. വെറുതെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് രാജീവ് വന്നിട്ട് അതേപടി തന്നെ പോയില്ലേ? വല്ല പ്രയോജനമുണ്ടോ? എനിക്ക് ചോദിക്കാനും പറയാനൊന്നും ഇപ്പൊ ആരും ഇല്ലല്ലോ. എന്തു ആവാലോ ബാലേന്ദ്രന്. ഇനിയിപ്പം ആരൊക്കെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞാലും ചോദിക്കാനായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് ബാലേന്ദ്രന് മനസ്സിലായി. അതാണല്ലോ എൻ്റെ തലയെ കയറി എന്ന് ചവിട്ടുന്നേ. അപ്പോഴേക്കും രാജീവ് പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെടും വൈജയ്. ഞങ്ങൾക്ക് അവിടെ വന്ന് ചോദിക്കുന്നതിനും പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് ബാലേന്ദ്രന്റെ വീടാ, നിനക്കറിയാലോ. അന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടല്ലേ എന്നെ, മാന്യമായ രീതിയിലല്ലേ കെട്ടിച്ചയച്ചേ. അപ്പൊ വന്ന് ചോദിക്കേണ്ട മര്യാദ രാജീവിനില്ലേ? ഞാൻ വന്ന് ചോദിച്ചല്ലോ, എന്നിട്ട് എന്തായി? ബാലേന്ദ്രൻ അതൊക്കെ അംഗീകരിക്കാൻ കൂട്ടാക്കിയോ? ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ശിവേട്ടനെയും കൂടെ ഒന്ന് വിളിക്കട്ടെ, ശിവേട്ടനെയും കൂടെ വിളിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. വൈജിക്ക് നല്ല ടെൻഷനായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരനെ വിളിക്കണം രാജീവ്. ശിവശങ്കരനെ വിളിച്ചിട്ട് രാജീവ് കാര്യങ്ങളൊക്കെ പറയണം വൈജിയെക്കുറിച്ചൊക്കെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശിവശങ്കരൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കമലയും പറഞ്ഞായിരുന്നു എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നെ ചെയ്യാൻ പറ്റും നമുക്ക്? മനുവും ബാലേന്ദ്രനും കൂടെ കൂടിയിട്ടാ അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. അല്ല, നിങ്ങളെ ഇറക്കി വിട്ടിട്ട് പിന്നെ അവളെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ? അതൊക്കെ നടന്ന് ശിവേട്ടാ. പക്ഷെ ഇനി അവിടെ ചെന്ന് അവളുടെ കയ്യെ പിടിച്ച് ഇറക്കി വിടാൻ പറ്റില്ല. ബാലേന്ദ്രൻ അങ്ങനെ കേസ് കൊടുത്താൽ പിന്നെ അതിനേക്കാളും വലിയ പ്രശ്നമോ? അപ്പോഴേക്കും ശിവശങ്കരൻ ചോദിച്ചു, പിന്നെ നിന്റെ തീരുമാനം എന്താ? അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശിവേട്ടനെ വിളിച്ചത്. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ എൻ്റെ ജോലിയെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ സിംഗപ്പൂർക്ക് തിരികെ പോരുകയും ചെയ്തു. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ നിന്നാലും ബാലേന്ദ്രൻ വല്ല കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലിയെ ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെയല്ലേ ശിവേട്ടനും നേരിട്ട് എന്നൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ആ സമയം ശിവശങ്കരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് വല്ല കൊട്ടേഷ് സംഘത്തിനും കൊടുത്ത് അവളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയാലെന്ന് ചോദിക്കുക. നല്ല കഥയായി. ഒടുവിൽ നമ്മളാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതിനേക്കാളും വലിയ പുലിവാലാവും ശിവേട്ട. അതൊന്നും നടക്കുന്ന കാര്യമില്ല. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കേണ്ടതാ. അല്ല, ഈ ബാലേന്ദ്രന് എന്ത് പറ്റി? അവനിങ്ങനെയൊന്നും ആയിരുന്നല്ലോ. അതാ മനസ്സിലാകാതെ. വൈജയമായിട്ടും എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതെന്താന്ന് ചോദിച്ചിട്ട് പറയണില്ല. ആ പെണ്ണാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. അവളെ ഒട്ട് പറഞ്ഞു വിടാനായിട്ട് ബാലേന്ദ്രൻ സമ്മതിക്കുന്നില്ല. ശിവശങ്കരൻ പറഞ്ഞു, ഒന്ന് ആലോചിക്കട്ടെ. അല്ല, ഗംഗേട്ടനോടും കൂടെ ഒന്ന് ബെസ്റ്റ്. ഗംഗേട്ടനോട് പറയണ്ടെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്ന വൈജ. ഗംഗേട്ടൻ വന്നിട്ട് അവളുടെ കർണം അടിച്ച് പൊട്ടിച്ചിട്ട് പോയെന്ന്. അതിനിപ്പോൾ ചോദിക്കാനും പറയാനൊന്നും പോട്ടുന്ന ഒരു കാര്യമൊന്നുമില്ല. ഇനി ഉചിതമായൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ എടുക്കണം. അല്ല, വൈജയോട് ഞാൻ എന്താ പറയണ്ടേ? അവൾ അവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞ് ഒരേ വാശിയാ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു. അല്ലാതെ ഇപ്പം എനിക്ക് എന്ത് പറയാൻ പറ്റും? ശിവശങ്കരൻ അറിയാം കൊല്ലപ്പള്ളിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കമലയ്ക്ക് ഇഷ്ടപ്പെടില്ല. അവർ രണ്ടുപേരും മുന്നാളാന്നുള്ള കാര്യം. പക്ഷേ രാജീവ് ഇങ്ങനെ പറയുമ്പോൾ എതിർത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ശിവശങ്കരൻ കൂടുതലൊന്നും പറയാൻ പോയില്ല. അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതേസമയം അലീനയെ ബാലേന്ദ്രൻ വിളിച്ചു. കോളിംഗ് ബെല്ലിൻ്റെ ഒച്ചയായിട്ടപ്പം അലീന അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, നീ ആ കണ്ണാടിയും കൊടുത്തുകൊണ്ട് ഞാൻ പറയണം. അങ്ങനെ അലീന കണ്ണാടി കൊണ്ടേ കൊടുത്തു. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, നീ എന്താ അവിടെ നിൽക്കുന്നേ? അല്ല, ഇനി എന്തെങ്കിലും വേണോ സാറേന്ന് ചോദിക്കുക. സാറോ? എവിടുത്തെ സാറ്? നിന്നോട് ഞാൻ സാറേന്ന് വിളിക്കാൻ പറഞ്ഞോ? അല്ല, അത് പിന്നെ ഞാൻ താഴെ വെച്ച് ഞാൻ എന്താ പറഞ്ഞേ? നീ എൻ്റെ മൂത്ത മകളെന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ഭവിതയെപ്പോലെ, കൃഷ്ണമോളെ പോലെ, രോഹിത്തിനെ പോലെ ഒക്കെ നിനക്ക് അവകാശമുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. എന്നിട്ടാണോ നീ എന്നെ സാറേന്ന് വിളിക്കുന്നത്? വീട്ടിൽ അച്ഛനെ എല്ലാവരും സാറേന്നാണ് വിളിക്കുന്നത്, അല്ലല്ലോ. സ്വന്തം അച്ഛനെ എപ്പോഴും എല്ലാവരും വിളിക്കുന്നത് ഒന്നെങ്കിൽ അച്ഛന്ന് അല്ലെ പപ്പാന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട പേരാ വിളിക്കുന്നത്. അല്ലാതെ സാറേന്നൊന്നും ആരും വിളിക്കത്തില്ല. അത് കേട്ടതും അലീന പറഞ്ഞു, അത് പിന്നെ നീ ഇങ്ങോട്ടേക്ക് അടുത്ത് വരാൻ പറയണം. വന്നു. ആ ചെവിയെ പിടിച്ചൊരു കിഴുക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മേലാൽ ഇനി എന്നെ സാറേന്ന് വിളിച്ചേക്കല്ലേ. പറഞ്ഞു കേട്ടല്ലോ, അച്ഛാന്ന് വിളിച്ചോണം. ശരി, അന്നൊന്ന് വിളിച്ചേന്ന് പറയണം. അങ്ങനെ ഒടുവിൽ അലീന അച്ഛാന്ന് വിളിക്കണം. ഈ പേരിനി മാറ്റാൻ പാടില്ല. എന്നെ അച്ഛാന്ന് മാത്രം എപ്പോഴും വിളിക്കാൻ പാടുള്ളൂ. അല്ലാതെ എങ്ങാനും വിളിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അപ്പോഴേക്കും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എന്താ? അല്ല, ഞാൻ ആദ്യമായിട്ട് ഒരാളെ അച്ഛാന്ന് വിളിക്കുന്നത്. ഇന്ന് വരെ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, ഞാൻ ജനിച്ചതിന് ശേഷം എന്നും പറഞ്ഞുകൊണ്ട് അലീന കരയാൻ തുടങ്ങിയപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, ഇവിടെ സെന്റിമെന്റ്സിന്റെ കാര്യമൊന്നുമില്ല. പറഞ്ഞ കേട്ടല്ലോ,
നിന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ അതിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. നീ എൻ്റെ മകള് തന്നെയാണ്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഭൂകമ്പം ഈ വീട്ടിലുണ്ടായാലും അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അലീന താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ കൃഷ്ണമോൾ ചോദിച്ചു, എന്താ ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് പറയണം. അതെ, അതെന്താ? അതെ, എന്നോട് അച്ഛാന്ന് വിളിക്കാൻ പറഞ്ഞു. ആര്? അച്ഛനാ? അതെ. ആഹാ, അത് കൊള്ളാലോ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ പറഞ്ഞു, അല്ലെങ്കിലും മൂത്ത മകളായിട്ട് അച്ഛൻ അംഗീകരിച്ചു കഴിഞ്ഞല്ലോ, അപ്പം പിന്നെ ഇനിയിപ്പോൾ അലീന ചേച്ചി അച്ഛാന്ന് തന്നെ വിളിച്ചാൽ മതി. അപ്പോഴേക്കും അലീന പറഞ്ഞു, എനിക്ക് കിട്ടിയ സൗഭാഗ്യം ചെറുതല്ല, ചിലപ്പോൾ ഇതിനേക്കാളും വലുതായിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. വലിയ വലിയ ഓസ്കാർ അവാർഡൊക്കെ കിട്ടില്ലേ പലർക്കും, അതൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവില്ലേ? അതിനേക്കാളും ഇരട്ടി സന്തോഷം എനിക്ക്. എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഇപ്പം എന്നെ തേടി വന്നിരിക്കുന്നേ. ഇത്രയും വലിയ സൗഭാഗ്യം ആർക്കും കിട്ടാൻ വഴിയില്ല എന്ന് പറയണം. അലീനയുടെ ആ സന്തോഷം കണ്ടപ്പോൾ കൃഷ്ണമോൾ ഓർത്ത്, പാപം, എത്ര പാവം എന്ന് ഓർത്ത് നോക്കിയേ. കാരണം അച്ഛാന്ന് വിളിക്കാനായിട്ടൊരു അനുമതി കിട്ടിക്കഴിഞ്ഞപ്പം അച്ഛനില്ലാത്തവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഒരുപക്ഷെ ഇവിടെയുള്ള വേറെ ആർക്കും ആ ബുദ്ധിമുട്ട് അറിയത്തില്ലായിരിക്കും അലീന ചേച്ചിയുടെ. പക്ഷെ ഇപ്പം തനിക്കത് മനസ്സിലാവുന്നുണ്ട്. തനിക്കറിയാം അലീന ചേച്ചി ആരാ എന്താന്നൊക്കെ. കൃഷ്ണമോളെ നോക്കിക്കൊണ്ട് ചിരിച്ചിട്ട് അലീന അങ്ങോട്ടേക്ക് പോയി. കാരണം അലീന പറഞ്ഞു ഓരോ വാക്കുകളും കൃഷ്ണമോളുടെ മനസ്സിലുണ്ടായിരുന്നു. വലിയ പത്മഭൂഷണം അങ്ങനെയൊക്കെ കിട്ടുന്നേക്കാളും എനിക്ക് കിട്ടിയ വലിയൊരു അവാർഡ് തന്നെയാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ വലിയൊരു കാര്യം തന്നെയാണ് ഈ അച്ഛാന്ന് വിളിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. പിന്നീട് അലീന മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി ചോദിച്ചു, അല്ല എന്തൊക്കെയാ ഇവിടെ സംഭവിക്കണമെന്ന് ചോദിക്കൂടാ. അത്ര സമയം അലീനയോട് മുത്തശ്ശി ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അലീന പറഞ്ഞു, എന്താ മുത്തശ്ശി എന്ന് ചോദിക്കണം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രനും വൈജയന്തിക്കും ഇടയിൽ എന്താ പ്രശ്നം, അതിനെക്കുറിച്ച് നിനക്ക് വല്ല അറിയാവുന്ന ചോദിച്ചു. അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ സത്യം പറ, നീയല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അവർ തമ്മിലുള്ള പ്രശ്നമാണ്, അതിൻ്റെ ഇടയ്ക്ക് നീ ഒരു കരുവായിരിക്കുന്നു മാത്രം. പക്ഷേ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലോ വൈജയ്ക്ക് ഒരു സമാധാനം അവളെന്ന് പറഞ്ഞാൽ വൈജ അവളിനി ഈ വീട്ടിൽ നിൽക്കുമല്ലെന്നൊക്കെ പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശി? അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിന് ഒരു എതിരഭിപ്രായം ഇല്ലെന്ന് പറയണം. അച്ഛനോ? അതെ, എന്നോട് പറഞ്ഞിരിക്കുന്ന അച്ഛാന്ന് വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ മകളായിട്ട് ദത്തെടുത്ത് കഴിഞ്ഞല്ലോ, അപ്പം പിന്നെ ഞാൻ അച്ഛാന്നല്ലേ മുത്തശ്ശി വിളിക്കണ്ടേ? അത് കേട്ടത് മുത്തശ്ശി ഒരു അന്താളിപ്പോട് കൂടി നോക്കുവാണ്. ആ സമയത്ത് അലീന പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും മുത്തശ്ശി ഓർത്തു, ഇതെന്താ ബാലേന്ദ്രന് പറ്റിയത്? അവൻ ഇത്രയൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണം ഇല്ലാതിരിക്കില്ല. എന്തേലും ഒരു കാരണം കാണുമായിരിക്കും. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവന്. പെട്ടെന്നാണ് അവന് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അതിനുശേഷം അലീന അടുക്കളയിലേക്ക് പോയി. കാരണം ബാലേന്ദ്രൻ ജോലിയൊന്നും ചെയ്യണ്ട, നീ ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല, ഹോം നേഴ്സൊന്നും അല്ലെന്ന് പറഞ്ഞാലും അലീനയ്ക്ക് ജോലിയൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് തന്നെ ചെയ്യണം. മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അലീന എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അലീന മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നത്. അല്ലാതെ ബാലേന്ദ്രനെ ഏറ്റെടുത്തെന്ന് കരുതി ഉടനെ കാലുമേ കാലം ഏറ്റു വെച്ചിരുന്ന ആജ്ഞാമയ്ക്കാണെന്നും അലീന പോയില്ല. അങ്ങനെ അടുക്കളയിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൈജയുടെ വരവ് അങ്ങോട്ടേക്ക്. വൈജ വന്നിട്ട് പറഞ്ഞു, നീ ഇവിടുത്തെ അധികാരം പിടിച്ചെടുത്തെന്ന് കരുതിയിട്ട് സന്തോഷിക്കുമെന്നും വേണ്ടേ? അങ്ങനെ നിന്നെ സന്തോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, മാഡം എന്താ പറയണേ? ബാലേന്ദ്രനെ ദത്തുപുത്രിയായിട്ട് നിന്നെ ഏറ്റെടുത്ത് കാണും. പക്ഷെ ഈ വൈജ അതൊരിക്കലും അംഗീകരിക്കാൻ പോകുന്ന കാര്യമല്ലടി. മാഡം ഇങ്ങനെയൊന്നും പറയരുത്. അല്ല, സാറിനെ മകളായിട്ട് കണ്ടു കഴിഞ്ഞു, അച്ഛാന്ന് വിളിച്ചോളാനും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അച്ഛാന്നായിരിക്കും വിളിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ എന്നെ മകളായിട്ട് മാഡത്തിനും കണ്ടുകൂടെ? അപ്പം നിന്റെ മനസ്സിലിരിപ്പ് ഇതല്ലേ, ഞാൻ നിന്നെ മകളായിട്ട് കാണുമല്ലേ? അല്ല മാഡം, അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവില്ലേ? എന്നെ വേറെ ഒരു കണ്ണോട് കൂടി കാണുന്നോണ്ടല്ലേ ഇത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നേ. കാണാടി, നിന്നെ മകളായിട്ട് ഞാൻ കാണാൻ ഞാൻ 10 ജന്മം നീ ജനിച്ചാലും നിന്നെ ഞാൻ മകളായിട്ട് കാണാൻ പോകുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ നീ എൻ്റെ എങ്ങനെ മകളാവും? ബാലേന്ദ്രൻ ചിലപ്പോൾ പറയായിരിക്കും അങ്ങേരുടെ മകളാന്ന്. പക്ഷെ ഒരിക്കലും നീ എൻ്റെ മകളാവില്ല. നീ എൻ്റെ മകളാകണമെങ്കിൽ എൻ്റെ രക്തത്തിൽ പറക്കണം. എൻ്റെ ഞരമ്പിൽ ഓടുന്ന രക്തം നിന്റെ ഞരമ്പിൽ കൂടെ ഓടണം. അല്ലാതെ ഒരിക്കലും നീ മകളാൻ പോകുന്നില്ല. ബാലേന്ദ്രന് തോന്നുമ്പോൾ അങ്ങനെ മാറ്റി പറയാം. പക്ഷെ ഈ വൈജി അങ്ങനെയല്ലെന്ന് പറയണം. അലീന പറഞ്ഞു, മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ അല്ലാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മളിൽ ഒരാളോ ഈ വീട്ടിൽ കാണത്തുള്ളൂ. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അത് ഞാൻ തന്നെ ആയിരിക്കും, നീ ആയിരിക്കില്ല. അന്തിമ ജയം എനിക്ക് തന്നെ ആയിരിക്കൂടി. നിന്നെ ഞാനിവിടെ നിന്ന് അടിച്ചു പുറത്താക്കൂടി. എന്നിട്ട് ഈ വൈജിക്ക് വിശ്രമം കാണത്തുള്ളൂ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതൊക്കെ മാഡത്തിൻ്റെ വെറും തോന്നൽ മാത്രമാണ്. മാഡം ശരിക്കും 7 യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനം തോൽവിയായിരിക്കും ഉണ്ടായിരിക്കുന്നത്.
തോൽവിയോ എനിക്കോ? അത് നിന്റെ വെറും തോന്നൽ മാത്രമാടി. ഈ വൈജി ആരാന്ന് ഇതുവരായിട്ട് നീ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. വൈജയെ ശരിക്കും നീ അറിഞ്ഞു കഴിയുമ്പോൾ നീ പഠിച്ചോളൂ എന്നും പറഞ്ഞിട്ട് വൈജി അങ്ങോട്ടേക്ക് പോവാണ്. അല്ലെ എനിക്ക് നല്ല സങ്കടമായി. തൻ്റെ പെറ്റമ്മയാണ് തന്നോട് പറയുന്നത്, തന്നെ ചേർത്ത് പിടിക്കേണ്ട ആള്. കിട്ടേണ്ട സമയത്ത് ആ സ്നേഹം കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴെങ്കിലും ആ ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി താൻ കൊതിക്കുന്നുണ്ട്. പക്ഷെ പുറം കാലം കൊണ്ട് തട്ടി എറിഞ്ഞിട്ടാണ് പോകുന്നത്. എങ്കിലും സാരമില്ല, തനിക്കൊരു അച്ഛൻ്റെ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ. അച്ഛനല്ലായിരുന്നിട്ട് കൂടി തന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ആ മനുഷ്യന്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അലീനയുടെ കണ്ണ് നിറഞ്ഞു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയുടെ ഫോണിലേക്ക് രേവതിക്കുട്ടി വിളിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസിൽ വിളിക്കുന്നത്. അലീന വന്നോ ഇല്ലയെന്ന് അറിയത്തില്ല, അലീന കിട്ടുവാണെങ്കിലോ എന്ന് കരുതിയിട്ട്. അപ്പോഴേക്കും അലീന മുറിയിലേക്ക് വന്നു. മുത്തശ്ശി പറഞ്ഞതേ ആ പെങ്കൊച്ചാ വിളിക്കുന്നത്, എറണാകുളത്തുള്ള. അങ്ങനെ അലീന കോൾ എടുത്തു. രേവതിക്കുട്ടി ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞ് രേവതിക്കുട്ടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചി ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചേ? എന്നെ ഒന്നും വിളിച്ചു പോലും ഇല്ലോ. ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയാവോ? ചേച്ചി എപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്ന കടപ്പാട്ട് വീട്ടിലേക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വാതോരാതെ രേവതിക്കുട്ടി സംസാരിക്കുക. രേവതിക്കുട്ടിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ചോദിച്ചു, അലീന ചേച്ചിക്ക് അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു പ്രശ്നമില്ല എന്ന് പറയണം. അല്ല പിന്നെയും ചേച്ചി കടപ്പാട്ടൂർക്ക് തന്നെ പോകണ്ടായിരുന്നു, ചേച്ചിക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു. അതെ അങ്ങനെയൊക്കെ ഞാൻ കരുതിയിരുന്ന, പക്ഷെ എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല. അതെന്താ? അല്ലിൻ്റെ പെട്ടെന്ന് ഫോണുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. മാറിപ്പോയെന്ന് പറഞ്ഞു. അതെ ഇവിടുത്തെ ബാലേന്ദ്ര സാറുണ്ടല്ലോ എന്നെ മകളായിട്ട് അംഗീകരിച്ചു. മകളായിട്ടോ? അതെ, എല്ലാവരുടെ മുന്നിൽ വെച്ച് അത് പറഞ്ഞു. ഞാൻ മൂത്ത മകളായിരിക്കുന്ന. പിന്നെ ഞാനിപ്പം സാറിനെ എന്താ വിളിക്കുന്നറിയോ? അച്ഛാന്നാ വിളിക്കുന്നത്. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം. രേവതിക്കുട്ടി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. കാരണം അലിയനിച്ചേച്ചിക്ക് ഇത്ര സന്തോഷമൊക്കെ വരുമെന്ന്. സ്വന്തം പെറ്റമ്മ തള്ളിക്കളഞ്ഞാൽ എന്താ? ആ സ്നേഹം കൊടുക്കാനായിട്ട്, ആ സ്നേഹം കൂടെ കൂട്ടി കൊടുക്കാനായിട്ട് ഒരച്ഛനെ കിട്ടിയില്ലോ എന്നൊരു സന്തോഷം രേവതിക്കുട്ടിയുടെ മനസ്സിലുണ്ടായി. തൻ്റെ അലിയനി ചേച്ചിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം നേരത്തെ കിട്ടേണ്ടിയിരുന്നായിരുന്നു. കാരണം എല്ലാം കൊണ്ടും പാവമാണ് ചേച്ചി. അപ്പോൾ ആ ചേച്ചി ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് അതിനൊരു പ്രതിഫലം കിട്ടണമല്ലോ. അധികം വൈകാതെ തന്നെ പെറ്റമ്മയും തിരിച്ചറിയും എന്നൊരു ചിന്തയൊക്കെ രേവതിക്കുട്ടിയുടെ മനസ്സിൽ വരുന്നുണ്ട്. ആ സമയത്ത് സമയനില തെറ്റിയ പോലെ വൈജയന്തി എത്തിയാണ്. തൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിനകത്തേക്ക് വെക്കുക. ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കില്ലെന്നുള്ള മട്ടിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.